എറണാകുളം കുന്നത്തുനാട്ടിൽ തെരുവുനായകളെ കൂട്ടത്തോടെ പാർപ്പിച്ച വീടിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. നായകളെ ഉടൻ മാറ്റണമെന്നാണ് ആവശ്യം. സ്ഥലത്ത് പോലീസ് എത്തി. അതേസമയം ആരോടും പ്രതികരിക്കാതെ വീടിന് പുറത്തു നിൽക്കുകയാണ് വീട് വാടകയ്ക്കെടുത്ത കോന്നി സ്വദേശിനി. അർജുൻ മട്ടന്നൂർ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് സംഭവം? ഈ സ്വദേശിനി ഈ നായകളെ കെട്ടിയിട്ടാണോ വളർത്തുന്നത്, അതല്ല കൂട്ടിനകത്താണോ? എന്താണ് നാട്ടുകാരുടെ പരാതി? എന്താണ് പോലീസ് ഇവരോട് പറയുന്നത്? ഇവരെ ഈ നായ്ക്കളെ മാറ്റാൻ തയ്യാറല്ലേ? എന്താണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം? അരുൺകുമാർ, കുന്നത്തുനാട് വെമ്പിളിയിലാണ് ഈ സംഭവം. 1.5 മാസം മുമ്പാണ് ഈ കാണുന്ന വീട് കോന്നി സ്വദേശിനിയായ സ്ത്രീ വാടകയ്ക്കെടുത്തത്. ഏതാണ്ട് 40-ലധികം തെരുവ് നായകളെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി കഴിഞ്ഞ കുറച്ച് ദിവസമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തെരുവ് നായകൾ പുറത്തേക്കിറങ്ങുന്നു, മറ്റ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതോടൊപ്പം തന്നെ വലിയ ദുർഗന്ധമാണ് ഈ മേഖലയിൽ തുടങ്ങിയ പരാതികളാണ് നാട്ടുകാർ ഉയർത്തുന്നത്. എന്തായാലും പക്ഷേ ഈ തെരുവ് നായകളെ മാറ്റാൻ ഇതുവരെ ഈ സ്ത്രീ തയ്യാറായിട്ടില്ല. ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ച് എത്തി. MLA PV ശ്രീനിജനും ഇന്നലെ വൈകിട്ട് എത്തിയിരുന്നു. ഈ വീടിനോട് ചേർന്ന് ഷീറ്റ് കൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച ഈ പറയുന്ന ഒരു മതിൽ പോലെയുള്ള ഈ ഷീറ്റ് അതൊക്കെ തന്നെ ഇന്നലെ പൊളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ പ്രശ്നം തുടരുകയാണ്. ഇപ്പോൾ സ്ഥലത്ത് കുന്നത്തുനാട് പോലീസ് എത്തിയിട്ടുണ്ട്, നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുവരെ ഏതാണ്ട് 40-ലധികം തെരുവ് നായകൾ ഈ വീട്ടിനുള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. ചേട്ടാ, എത്ര ദിവസമായി ഈ പ്രശ്നം? എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം? ഒരു മാസക്കാലമായി എല്ലാ ജനങ്ങളും ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംയുക്തമായി എല്ലാവരും ഈ പ്രക്ഷോഭത്തിലേക്ക് വന്നു കൊടുത്തിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട MLA അവിടെ വന്നു, RDO വന്നു, എല്ലാം വന്നു പറഞ്ഞിട്ടും ഇവർക്ക് അംഗീകരിക്കുന്നില്ല. ഇവർ അങ്ങനത്തെ ഒരു സ്ത്രീയാണ്, മനുഷ്യ സ്ത്രീയല്ല. ഈ തൊട്ടടുത്ത് ഒരു ശ്വാസം മുട്ടുള്ളതും ആൾക്കാരും അവരുടെ വീടിൻ്റെ അടുക്കളയിൽ ചെന്ന് നോക്കി അറിയാം. അവിടെ നിന്നാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ സ്മെല്ല് എന്താണെന്ന് പറഞ്ഞാൽ തീരൂല. അത് അത്രയ്ക്കും മണമാണ്, നീചമായ മണം. പിന്നെ ഈ മതിൽ പൊളിച്ചെന്ന് ആ സ്ത്രീ പറയുമ്പോൾ ഈ മതിൽ പൊളിച്ചത് ഇതിൻ്റെ ഓണറുടെ മകനാണ് വിളിച്ചത്. ഇതെന്താ അവർക്ക് എന്താണെന്ന് അതിൻ്റെ അകത്ത് പണ്ട് തന്നെ ഈ മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കുറേ ഭായിമാരോട് താമസിക്കേണ്ട ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇതിൽ പോകാൻ അവരെ വിളിക്കാൻ പോലും അനുവാദം ഇല്ലാതെയായി. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ഇന്നലെ പൊളിച്ചത് ഞങ്ങൾക്കും നാട്ടുകാരൊന്നുമില്ല, എല്ലാവരും കൂടി വിളിച്ചത്. ഈ മകനുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് അവരും അറിയണമല്ലോ. ഇത് ഇത്ര മൂട്ടിക്കെട്ടി ഈ പട്ടിനെ വളർത്തണമെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കണമെന്ന് നമുക്കറിയേണ്ടത്. നമ്മൾ നാട്ടുകാരാണ്, നമ്മൾ 10-15 വർഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. തെരുവ് നായകൾ പുറത്തേക്ക് ഇറങ്ങിയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്ര പ്രക്ഷോഭത്തിലേക്ക് വന്നത്. ഈ മണം മാത്രമല്ല, പൊതു നായകളെ കുറേ ഈ മതിൽ പൊളിച്ചതിന് ശേഷമാണ്. അതിന് മുമ്പ് ഈ മൊത്തം ഈ മുറ്റത്തായിരുന്നു. ഈ ഇന്നലെ ശ്രീജൻ വന്ന് ബഹുമാനപ്പെട്ട MLA വന്നതിന് ശേഷമാണ് ഇത് പൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകത്തേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തത്. അരുൺകുമാർ, സ്ത്രീകളടക്കമുള്ളവർ ഇവിടെയുണ്ട്. ചേച്ചി, ഇത് കുറേ ദിവസമായിട്ട് ഈ പ്രശ്നമുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ? ഈ മണവും വഴിക്കിടക്കണ ഞങ്ങളോട് വഴിയിൽ നിന്ന് മാറി കിടക്കാനൊക്കെയാണ് പറയുന്നത്. ഈ കൊച്ചു കുട്ടികൾ, ഞാൻ ഇത്രയും പ്രായമായി, എനിക്ക് ഈ പട്ടി വന്നാൽ ഓടാൻ പറ്റുമോ? അങ്ങനെയാണ് ഇവർ പറയുന്നത്. പട്ടിനെ വളർത്തുന്ന ഉടമസ്ഥൻ പറയട്ടെ ഇവിടുന്ന് പോകാൻ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കത് സഹിക്കാൻ പറ്റില്ല ഈ മണം ഇതൊന്നും കേട്ട്. ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. 79 വയസ്സായി എനിക്ക്. കുറേ ദിവസമായി പ്രശ്നം. കുറേ ജനുവരി 26-ാം തീയതി വന്നേക്കണതാണ് ഇവര്. 4 പട്ടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവര് ഇവിടുത്തെ ഉടമസ്ഥരോട് പറഞ്ഞു കൊണ്ടുവന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ കുറച്ചായിട്ട് ഇവരിങ്ങനെ, ഇവർക്ക് വണ്ടി ഉണ്ടല്ലോ, നമ്മളാരും അറിയണില്ല, കൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല. പക്ഷേ ഇവരോട് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു ഇതിവിടെ പറ്റില്ല, ഞങ്ങൾക്ക് ഭയങ്കര സ്മെല്ലാണ്. പിന്നെ നമുക്ക് ഇന്നലെ ഞങ്ങൾ ഇത് പൊളിച്ചു കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോൾ ഞങ്ങളെ ചിറ്റിയേക്ക് അടിക്കാൻ വന്നു. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ, നിനക്കെന്താടി ഇവിടെ കാര്യം എന്നാണ് ഞങ്ങളോട് കേൾക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വന്നു വെച്ചാൽ ഇവിടെ കിടന്ന് കളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, കടന്നു പോടിയെന്ന് പറഞ്ഞു. പോകൂല എന്നാ പറഞ്ഞ് ഞങ്ങളെന്നല്ല ഭീഷണിപ്പെടുത്തി. അതെല്ലാം ഞങ്ങളോട് ചോദിക്കണേ. നിങ്ങൾ ഞങ്ങളോട് എന്നോട് പറയാം നിങ്ങൾ ആരടി എന്ന് ഞങ്ങളോട് ചോദിക്കണതാണ്. ഞങ്ങൾ ഇവിടെയുള്ള ആളുകളോട് അവള് ചോദിക്കണതാണ് നിങ്ങൾ ആരാന്ന്. അതുപോലെ ഇവിടെ വന്ന ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ നീ പോട കളവ എന്ന് പറഞ്ഞ് അതിനെ അട്ടി ഓടിച്ചു. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. വരുമ്പോൾ ആ MLAക്ക് നമുക്കൊരു ബഹുമാനം കൊടുക്കണമല്ലോ. പക്ഷേ MLA വന്ന് പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. RDO വന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവർക്കൊന്നും ഇതിന് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. അത് കാരണം അവരൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് MLA 2 നിർത്തി വന്നു. രാവിലെയും വന്നു, ഇത് പ്രശ്നം തീരാത്ത കാരണം കൊണ്ട് ഉച്ച കഴിഞ്ഞും വന്നു. അത് അങ്ങനെ പറയുക കൊടുക്കുകയൊക്കെ ചെയ്തു. കളക്ടർക്ക് ഓർഡർ കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാനിവിടെ തൊട്ടുചേർന്നുള്ള വീട്ടിൽ ആണ്. എനിക്കും പട്ടിയും മൃഗങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊരു ശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടിനെ മാത്രം നമ്മളൊരു ശല്യമായിട്ട് പറഞ്ഞോളൂ. അവരോട് ഇത് ചെയ്യണ്ടാന്നോ, അവർ ചെയ്യണത് തെറ്റാണോ നമ്മൾ പറയണില്ല. പിന്നെ ഇവിടുന്ന് പട്ടികൾക്ക് ഉള്ള ഒരു വൈറസ് രോഗം പിടിച്ചിട്ട് അടുത്ത വീട്ടിലെ നല്ല ഇനത്തിൽപ്പെട്ട ഒരു 6 കുഞ്ഞുങ്ങൾ ചത്തുപോവുകയും അവർക്ക് അതുപോലെ നഷ്ടം വരികയും ചെയ്തിട്ടുണ്ട്.
അങ്ങനെ എല്ലാ രീതിയിലും പിന്നെ ഇവിടെ അടിച്ചുകൂട്ടി പോയിച്ച് ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളാരാ ഇവിടെ, അല്ലെങ്കിൽ നിങ്ങളിവിടെ നിങ്ങൾക്കൊരു പണിയില്ല, നിങ്ങളിവിടെ എന്നെ അന്വേഷിച്ചോ അല്ലെങ്കിൽ നടക്കണേന്നൊക്കെ പറഞ്ഞ മോശമായ രീതിയിലുള്ളൊരു സംസാരങ്ങളാണ് ഞങ്ങളോട് പറയണത്. ഏതാ ആ ആണ്ട് പോലുണ്ടായ കൊച്ചിനെ പേരക്കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതിന് മനവും ഇതൊക്കെ ആയിട്ട് അവന് ഭയങ്കര അലർജി ആയിട്ട് ഇന്നാളെ ഉണ്ടായുള്ളൂ. അത് ആ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ, ആശുപത്രിയിലും പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ നടക്കുന്നത്. അതിനെ തൊട്ടടുത്തുള്ള വീട്ടിൽ പേരക്കുട്ടിനെ കാണാനുള്ള സ്വാതന്ത്ര്യം വരെ ഇല്ല ഈ പട്ടിനെ വളർത്തണമായിരുന്നു. ഇതൊക്കെ പിന്നെ എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും? ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആൾക്ക് ശുദ്ധമായ ഒരു വായു ശ്വസിക്കാൻ പറ്റാത്ത രാജ്യത്തുമ്പോൾ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇതിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ പട്ടികൾ. അപ്പോൾ ഇന്നലെ രാത്രി കൂടി ഒരു പട്ടി ഇത് അപ്പുറം വീട്ടിട്ടൊക്കെ കയറി പോയതിൻ്റെ ഇത് വിഷ്വലൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ പുള്ളിക്കാരി പട്ടീനെ അന്വേഷിച്ച് പോകുന്നു. അതെല്ലാം കണ്ടിട്ടുണ്ട്. കാരണം ഇവിടെ പട്ടികൾ ഒരു ദിവസം ഒരു കൊച്ച് അരമണിക്കൂറിൽ അവിടെ വെയിറ്റ് ചെയ്ത് ഒരു മുതിർന്ന ആൾ വന്നതിന് ശേഷം അതിൻ്റെ കൂടെയാണ് ആ കൊച്ച് സ്കൂളിലേക്ക് പോയത്. അത്രയും നമുക്ക് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് പട്ടിയുടെ ഇതുകൊണ്ട്. പിന്നെ ഇവിടെ മണം, ഇദ്ദേഹം മുറ്റത്ത് തന്നെ അറിയാം, കാട്ടം പട്ടിയുടെ വേസ്റ്റ് കിടക്കുന്നത് അവർ മണലിട്ട് മൂടിയാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആൾ മുഴുവൻ ഒഴുകി ഇവിടുത്തെ കുടിവെള്ളം വരെ നശിപ്പിച്ച് പോകും. അതായത് രീതിയിൽ വരും ഇത്. അത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അരുൺകുമാർ, അങ്ങനെയാണ് സാഹചര്യം. കഴിഞ്ഞ 1.5 മാസമായി ഈ പ്രശ്നമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ സ്ത്രീ നമ്മളോട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കോന്നി സ്വദേശിനിയാണ്. അവർ ജനുവരിയിലാണ് ഇവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസം ആരംഭിച്ചത്. ഇപ്പോൾ പോലീസ് അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. മനസ്സിലാക്കുന്നത് 40-ലധികം ഈ പട്ടി പുറത്തോട്ട് ഇറങ്ങാറുണ്ട്. ഇവർക്ക് എന്താ ജോലി? മറ്റെന്തെങ്കിലും വരുമാനമുള്ളതാണോ ഇവർക്ക്? അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഈ പ്രദേശവാസികൾക്ക് അറിയില്ല. ചേച്ചി, ഈ പറയുന്നതിൽ എന്തെങ്കിലും വിഷയമുണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ ശരിക്കും? ഇപ്പൊ എത്ര പട്ടികളുണ്ട് ഇവിടെ? 60 പട്ടികളുണ്ട്. 60 പട്ടികൾ. ഞാൻ ഈ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ചെയ്യുന്ന കോർപ്പറേഷനൊക്കെ ചെയ്യേണ്ട പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ റെസ്ക്യൂ ചെയ്ത് കൊണ്ടിരുന്നതാണ്. ഇന്നലെ ഒരു ജനപ്രതിനിധി MLA-യുടെ നേതൃത്വത്തിലാണ് വന്ന് അടിച്ചു തകർത്തത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു കാര്യം, ഒരു വീട് MLA വന്നിട്ട് ഇത് തല്ലി പൊട്ടിക്കെന്ന് പറഞ്ഞ് ഒരു പട്ടി പോലും പുറത്തിറങ്ങാത്ത പോലും ഞാനിവിടെ ഫെൻസിങ് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ആൾക്കാർ ആരെയും കാണത്തില്ല. ഇപ്പൊ ഇതെല്ലാവരും കണ്ടിട്ടാണ് ഇവർ കുരയ്ക്കുന്നത്. അല്ലാതെ പട്ടികൾ കുരയ്ക്കുമല്ലോ, സ്വാഭാവികമല്ലേ. ഈ പട്ടികളൊക്കെ തന്നെ പുറത്ത് റോഡിലേക്ക് ഇറങ്ങി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? തല്ലി പൊളിച്ച് ഒരു പട്ടിയും റോഡിലോട്ട് അങ്ങനെ ഇറങ്ങാറില്ല. ഇവിടുന്ന് ഇറങ്ങാതിരിക്കുകയല്ല ഞാൻ ഫുള്ള് ഫെൻസിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇന്നലെ വന്ന് MLA-യുടെ നേതൃത്വത്തിൽ ഇവരെല്ലാം കൂടെ അടിച്ചു പൊട്ടിച്ച് കളഞ്ഞത്. വാക്സിൻ എടുത്തിട്ടുണ്ടോ ഈ നായ്ക്കൊക്കെ എന്നതുകൂടി ഒന്ന് ചോദിക്കണേ. ഞാൻ ഇവിടെ മൊത്തം മറച്ചു വെച്ച് എന്റെ വീട് നശിപ്പിച്ചിട്ടുണ്ട്. പൗരവേദനം ചെയ്തതിന് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യമാണോ? അതെ, നിങ്ങളൊരു ABC റൂളുണ്ട്, അത് ആദ്യം ഒന്ന് എടുത്ത് നോക്കിയിട്ട് വാ. ABC റൂളൊന്നും അല്ല, നോക്കുവോ നിങ്ങൾ നോക്കുവോ? ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം, ഈ നായകൾക്കൊക്കെ തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ടോ? എല്ലാം വാക്സിനേറ്റഡുമാണ്, വന്ധീകരിച്ചതുമാണ്. ഇവിടെ 60ഓളം ഉണ്ട്. 4-5 ദിവസമായി ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാനും ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഞാൻ സ്റ്റാഫിനെ വെച്ച് ക്ലീനിങ് ചെയ്യുന്നതാണ്. ഇപ്പൊ തന്നെ ഇവിടെ കുരയെന്ന് പറയുന്നു, നിങ്ങളെ കണ്ടിട്ടാണ്. കാര്യം ആൾക്കാരെ കാണുമ്പോൾ പട്ടികൾ കുരയ്ക്കുമല്ലോ. ഇല്ലില്ല, എൻ്റെ കയ്യിൽ എഗ്രിമെന്റ് ഉണ്ട്. ഞാൻ ഓണറോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് പട്ടിയോ പന്നിയോ പോലും എന്തിനും അയാൾ മൃഗസ്നേഹിയാണ്, ഏതാണ്ട് ഇവിടെ കൂടുണ്ട്, എല്ലാത്തിനെയും വളർത്തിക്കോളാൻ പറഞ്ഞ് എഗ്രിമെന്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. പട്ടികളെ വളർത്താനെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും എണ്ണം മെൻഷൻ ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ റെസ്ക്യൂറാണ്. ചിലപ്പോൾ എണ്ണം കൂടാം. തൊട്ടടുത്ത വീട് അവർക്ക് അത്ര ഒരു ശല്യമില്ല. ഇപ്പൊ ഇങ്ങനത്തെ നാശങ്ങൾ കാണിച്ചാലല്ലേ കാര്യം. ഇന്നലെ MLA-യുടെ ബലത്തിലാണ് 6 മണിക്ക് ശേഷം സ്ത്രീകൾ താമസിക്കുന്നിടത്ത് പൊതുജനങ്ങൾ പിന്നെ ശല്യപ്പെടുത്താൻ കയറാൻ പാടില്ല. ഇന്നലെ 8:15 വരെ ഇവിടെ ഉണ്ട്. പോലീസുകാരും ഇവിടെ നിപ്പുണ്ടായിരുന്നു. 8:15 വരെ ഇവിടെ ആൾക്കാർ കയറി വന്ന് ശല്യപ്പെടും. ഇതിന് മാത്രം ശല്യപ്പെടുത്താൻ ഞാൻ കുറച്ച് പട്ടികളെ വളർത്തുന്നതാണോ പ്രശ്നം? ഇവിടെ കൈ ഇല്ലാത്തത് അല്ല, അതെ ആയിക്കോട്ടെ, നിങ്ങൾ 40 പറഞ്ഞു. ഞാൻ സത്യസന്ധമായ കണക്ക് പറഞ്ഞല്ലോ. എനിക്ക് എണ്ണം കുറച്ച് വേണേ പറയാമല്ലോ. അല്ല, പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ റെസ്ക്യൂ ചെയ്തുകൊണ്ട് എനിക്ക് കൈയില്ലാത്തത്, കാലില്ലാത്തത്, പാരലൈസ്ഡ് ഡോഗ് എല്ലാം ഉണ്ട് ഇവിടെ. തൃക്കാക്കര മുനിസിപ്പാലിറ്റി. താങ്കളെ എവിടെ നിന്നൊക്കെ ഈ നായകളെ എങ്ങനെ കൊണ്ടുവരുന്നത്? എനിക്ക് പലരും വിളിച്ച് ഫോൺ ചെയ്ത് പറയാറുണ്ട്. മുനിസിപ്പാലിറ്റിയിലെ പോലും 3 ഡോഗ് അവര് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്റെ താമസ സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ആൾക്കാർ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും പപ്പീസിനെ. ഞാൻ അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ട്. ഈയിടെ 12 പട്ടികളെയാണ് ഞാൻ താമസിക്കുന്നിടത്ത് കൊണ്ടുവന്നിട്ടിട്ട് പോയത്. തൊട്ടുകൾ
ആൾക്കാർ പ്രതികരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ശല്യവും ഇല്ലായിരുന്നിടത്ത് ഇത്ര ശല്യം ഉണ്ടാക്കിയിട്ട് കാര്യം ഇവിടെ ഈ പ്രവീണ് സിജോ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ ഈഗോ പ്രശ്നമാണ് ഇത്രയും. അല്ലാതെ ഇവിടെ എത്ര വീടുണ്ട് നിങ്ങൾ നോക്ക്. ഈ കുറച്ച് വീട്ടിൽ 5-6 കിലോമീറ്ററിന് അപ്പുറം വരെ താമസിക്കുന്ന ആൾക്കാർ വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ഇവിടെ സ്മെല്ലാണെന്ന് അവർ 5-6 കിലോ പുറത്ത് നായ്ക്കൾ പോകുന്നില്ല. ഇതെല്ലാം തല്ലി ഇത്രയും പൊട്ടിച്ച് ഞാൻ പോവാത്ത പോലാണ് ഇവിടെ കരുതി വെച്ചിരിക്കുന്നത്. ഹലോ.